ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഗൈഡുണ്ട് എൻ്റെ കയ്യിൽ, റിഫോക്കസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ നമ്മളുടെ SSCRT ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അതും കൂടി ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ചാപ്റ്ററുകൾ നോക്കിയിട്ട് അതും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വരുവാണ്. അപ്പം ഏത് ചാനലാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞാനൊരു ചാനലിൽ ഇങ്ങനെ നമ്മളുടെ SSCRT NCERT കവർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരിത് നോക്കി വന്നപ്പോൾ എനിക്ക് ഒരു PDF കിട്ടിയിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ടൈം ടേബിൾ പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നെയാണ് അവരത് ഫ്രീ ആയിട്ട് ആ ചാനലിൽ കൊടുത്തേച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ, ബേസ് തൊട്ടിട്ടുള്ള ചാപ്റ്ററുകൾ 5ാം ക്ലാസ് തൊട്ടിട്ട് SSCRT, അതുപോലെ തന്നെ +1 +2 NCERT, അങ്ങനെ രണ്ടായിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തു. അപ്പോൾ ഞാൻ ആ ഓർഡർ അനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് വരികയാണ്. ഇനിയിപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി വരാനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് LGS ആണ്. ഇപ്പോൾ ഇനി LD LGS പോലെയുള്ളതൊന്നും കിട്ടാത്ത ആൾക്കാരും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും. പിന്നെ ഡിഗ്രി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഡിഗ്രി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി ബോർഡ് LGSന് പ്രിപ്പയർ ചെയ്യുന്ന നേരം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ ആകുന്നത്. ഓൾറെഡി നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് LGS നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ മുന്നത്തെ റാങ്ക് ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ കമ്പനി ബോർഡ് LGSൻ്റെ ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഡിഗ്രി ഉള്ള ആൾക്കാർ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. കുറച്ചുകൂടി ഉയർന്ന പോസ്റ്റും കാര്യങ്ങളുമാണ്, നല്ല പ്രൊമോഷൻ സാധ്യതകളുള്ള ബോർഡുകളും ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പം അത് മനസ്സിലാക്കി ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ SSCRT മാത്രമല്ല NCERT ടെക്സ്റ്റ് ബുക്കുകൾ കൂടി കവർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു പോസ്റ്റിന് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ അതിന് താഴെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളും നമുക്ക് നല്ലൊരു റാങ്കിൽ തന്നെ ലിസ്റ്റിൽ വരാൻ സാധിക്കും. ഞാൻ അങ്ങനെ റാങ്കുകളെടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ നോക്കിയിട്ട് ഡിഗ്രി ലെവലിൽ, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ VFA ആണെങ്കിലും കമ്പനി ബോർഡ് LGS ആണെങ്കിലും അങ്ങനെ ഒരുപാട് പോസ്റ്റുകളിൽ താഴത്തോട്ടുള്ള ഒരുപാട് പോസ്റ്റുകളിലും അവർ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം എവിടെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്കാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് പോവുകയും അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് കമ്പനി ബോർഡ് LGSൻ്റെ അത്ര ആൾക്കാർ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പോൾ ഒരുപാട് ആർക്ക് വേണമെങ്കിൽ 7ാം ക്ലാസ് മുതലുള്ള ആർക്ക് വേണമെങ്കിൽ അത് എഴുതാവുന്നതായതുകൊണ്ട് കോമ്പറ്റീഷൻ താരതമ്യേന കുറച്ചുകൂടി കൂടുതൽ കമ്പനി ബോർഡ് LGS ആയിരിക്കും. അപ്പോൾ ഈ പോസ്റ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയൊന്നും വേണ്ട, ഇപ്പോഴേ നമ്മുടെ പഠിത്തമൊക്കെ തുടങ്ങുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.